ഹേ ഗൈസിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ കണ്ടാണ് എൻ്റെ ഫോർച്യൂണറൊക്കെ എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു. എൻ്റെ വീഡിയോ കാണിച്ചു തരാനല്ല, എൻ്റെ ഫോർച്യൂണർ താഴെ കിടപ്പുണ്ട്. ആരും അടിച്ച് മാറ്റിയില്ലല്ലോ ഇല്ലേ, ചിലപ്പോൾ അതവിടെ കാണത്തില്ല, ഒരു പ്രശ്നം ഭാഗ്യതോടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, ലാസ്റ്റ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ പോയപ്പോഴേ നമ്മുടെ വീട്ടിൽ ശശികണ്ണനും പിന്നെ ആരാ റോക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സിറ്റിയിലേക്ക് ഷിൻജാൻ വരാൻ പോവാം. മറ്റേ GTA 5 ഫ്രാങ്കിൻ്റെ ഷിൻജാൻ, ആ ഷിൻജാൻ ഇങ്ങോട്ട് വരാൻ പോവാ ഗൈസ്. ഇന്ന് വരും എന്ന് പറഞ്ഞവൻ. അപ്പോൾ അവനെ എയർപോർട്ടിൽ പോയി പിക്കണം. ട്രെയിനിലല്ലേ, എയർപോർട്ടിലാണ് ചിലപ്പോൾ വന്ന് നിൽക്കുന്നു പറഞ്ഞത്. നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഷർട്ടൊന്ന് മാറ്റാം, നമ്മുടെ മെയിൻ ഗ്രീൻ ഷർട്ട് എന്നിടാം. അതവിടെ പോയി ഞാൻ സ്ഥിരം ഇടുന്ന ഗ്രീൻ ഷർട്ട്, ഇത് തന്നെ. ഓക്കെ, ഇത് സ്ഥിരമുള്ള ഷർട്ടാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ശശിയണ്ണൻ്റെ അടുത്ത് ഞാൻ, അല്ലെങ്കിൽ ശശിയണ്ണനെ കൂട്ടണോ വേണ്ട, ഞാൻ പോയി പിക്ക് ചെയ്യാം. ശശിയണ്ണയും കൂട്ടിയാൽ ശശിയണ്ണ എവിടെയെങ്കിലും പോകും. ഇനി ശശിയണ്ണനെ പിക്കാൻ പോകണം, സർപ്രൈസായി കൊണ്ടുവരാം. ശശിയണ്ണ, നമ്മുടെ ഷിൻജാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ GTA 5 ഷിൻജാനാ? അത് തന്നെ, അവിടുത്തെ ഫ്രാങ്കിളിൻ്റെ. നീ ഇപ്പം എപ്പോൾ പിക്കാൻ പോവും? അപ്പം വരുന്നെന്ന് എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം അങ്ങ് ഇറങ്ങാൻ പോവാം, വന്നിട്ട് കൊണ്ട് കാണിക്കാം. ശശിയണ്ണൻ വന്നില്ലല്ലേ? ഞാൻ വന്നില്ല, നീ പോയി പിക്കേറ്റ് വന്നു. ഓക്കെ ശശിയണ്ണ, ഓക്കെ. നീ റോക്കിയുടെ കൂടെ അടുത്തൂടെ പറയാം. അതിന് മുമ്പ് ഞാൻ വണ്ടി എടുക്കട്ട് റോക്കിയുടെ അടുത്ത് പോയി പറയാം. അടുത്തല്ലേ പോയി പറയാൻ പറ്റുള്ളൂ. വണ്ടി ഇപ്പോഴേ എടുക്കാം. ഈ താറിൻ്റെ റൂഫ് എനിക്കൊന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പണിയാം. താറിൻ്റെ റൂഫ് എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. ഈ മഴ പെയ്യുമ്പോൾ അത് പണി. അതാണ്ട് മഴയെന്ന് പറഞ്ഞുള്ളൂ, ഇപ്പം തന്നെ പെയ്യാൻ തുടങ്ങി. മഴയൊക്കെ പെയ്യാൻ കണ്ട സമയം. അവൻ ചിലപ്പോൾ ഇപ്പത്തെന്ന് പറഞ്ഞു. അതാ റോക്കിയെ, എന്താ മുതലാളി, എന്താ? എടാ റോക്കി, നമ്മുടെ GTA 5 ഷിൻജാനില്ലേ നമ്മുടെ സിറ്റിയിലേക്ക് വരിക. GTA 5 ഷിൻജാനോ? അടിപൊളി മുതലാളി. അപ്പം വന്നെന്നാ തോന്നുന്നു. അവനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പിക്കാൻ പോവാനെ. ഓക്കെ മുതലാളി, എന്നാൽ മുതലാളി പോയി ടിക്കറ്റ്. ഓക്കെ റോക്കി, ഓക്കെ ഗൈസ്. റോക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റോക്കി കുട്ടൻ്റെ അടുത്ത് നമുക്ക് പോയി ടിക്കറ്റ് വരാം. ഓക്കെ, നമുക്ക് വേഗം പോവാം. എയർപോർട്ടിൽ എത്താൻ ഇനി ഇച്ചിരി സമയം എടുക്കും ഗൈസ്. അപ്പം നമുക്ക് വേഗം ഗോയിങ് ടു എയർപോർട്ടിൽ എത്താൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എയർപോർട്ട് നമ്മൾ ആ വില്ലേജ് വഴിയാണ് വരുന്നത്. അപ്പം അവിടെ എത്താൻ ഇനി സമയം എടുക്കും. ഇതിന് ട്രെയിനിൽ കയറി എന്തോന്നായിരുന്നു. പക്ഷെ എയർപോർട്ട് ഭയങ്കര അടുത്താണ്. കൂടെ എയർപോർട്ടാകുമ്പോഴേ അടുത്തെന്നല്ല, എങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. ഞാൻ ആദ്യം ഈ അങ്ങോട്ട് പോകാനുള്ള ലൊക്കേഷൻ നോക്കിയിട്ട് വില്ലേജ് എവിടെ? താഴോട്ട്. ഇതുവഴി തന്നെ, ഇതുവഴി ഇങ്ങനെ പോകണം. ആ ഡെസേർട്ടിൻ്റെ ഭാഗം തന്നെ. എനിക്കെന്താ ഇത് നോക്കുന്നത്? ഓക്കെ ഗായ്സ്, ആ ഡെസേർട്ട് വഴിയാണ് പോളത്, ഡെസേർട്ടിൻ്റെ ഭാഗത്തൂടെ. അപ്പം ഓക്കെ ഗായ്സ്, നമുക്ക് വേഗം പോയി ഡെസേർട്ടിൻ്റെ ഭാഗത്താണ് വില്ലേജ്. അപ്പം വില്ലേജിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാലാണ് എയർപോർട്ട് എത്തുന്നത്. ആദ്യം ആ കുഞ്ഞ് വഴി കണ്ടുപിടിക്കണം. ഈ വില്ലേജിൽ നിന്ന് നേരെ എയർപോർട്ട് എത്താനാണ് ഭയങ്കര പാട്. ഈ വില്ലേജില്ലേ, അവിടെ നിന്ന് ഈ എയർപോർട്ടിലെത്താൻ അടുത്ത പ്രശ്നം. ഭയങ്കര പാടാണ് ഗൈസ് അങ്ങോട്ട് എത്താൻ. താഴോട്ട് ഇവിടെ വഴി വല്ലതും കാണും അങ്ങോട്ട് പോകുമ്പോൾ, ദൂരെ പോകുമ്പോഴേ. അതാണ്ട് ഇവിടെ ഒരു വഴിയാണ്. ഷിൻജാൻ വന്നുകൊണ്ടോ അതിൻ്റെ അടുത്ത് ഞാൻ ഈ ഫോർച്യൂണർ എടുത്ത കാര്യമൊന്നും പറഞ്ഞില്ല. അവനും ശശിയാണെങ്കിൽ ഞാൻ ഒരു വണ്ടി എടുത്ത് കൊടുത്താൽ ഞാൻ എനിക്ക് ബൈക്കും കാറും നോക്കാം. അയ്യോ ഇതൊരു ഇളവഴിയായോണ്ട് പിന്നെയും പോയിട്ട് സ്ക്രാച്ചൊന്നും ആയില്ല കേട്ടാ. ഭാഗ്യം ഇവിടെ തന്നെ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ കളിക്കുന്നുണ്ട്. ഇതല്ല, എയർപോർട്ട് കുറച്ചുകൂടെ അങ്ങ് പോകണം. ഇങ്ങോട്ട് കറക്റ്റ് ഇത് കഴിഞ്ഞ് പോകണം. ഓക്കെ, എയർപോർട്ട് എത്തിച്ച് സമയമൊക്കെ ഞാൻ മാപ്പ് നോക്കി പോകാൻ നല്ലത്, ഇല്ലെങ്കിൽ വഴി എത്തും. ഓക്കെ, ഇതാണ്ട് ആ കാണുന്ന കൺവേര്. അവ ഏത് വെയർ ഹൗസിലാണോ ഉള്ളത്? നീ എത്തിയില്ലെന്തോ. അവൻ വിളിച്ചിങ്ങോട്ട് വരുന്നുള്ള കാര്യം പറഞ്ഞ്, പക്ഷെ എത്തിയോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും പിക്ക് അവിടെ പോയി നിൽക്കാം. ഈ
വെയർ ഹൗസിൽ എത്താനാ ചാൻസ്. പക്ഷെ അവനെ കാണില്ലല്ലോ. എന്നാ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. ആ ജാക്കണ്ണ ഞാൻ എത്തി. ആ ഷിൻജാനെ നീ എത്തിയായിരുന്നാ? നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ജാക്കണ്ണ പോവാം. ആ ജാക്കണ്ണ എന്നെ പുതിയ ഫോർച്യൂണറൊക്കെ എടുത്താ? പുതിയ വണ്ടി? അത് ഞാൻ നിന്നോട് പറഞ്ഞില്ല, പുതിയ ഫോർച്യൂണറൊക്കെ എടുത്തതിന്. കൊല്ലാലോ. ഞാൻ ഓടിച്ചോട്ടാ? എനിക്ക് ഡ്രൈവിങ് അറിയോ? ഞാൻ പ്രോ അല്ലേ. അന്ന വന്ന് വണ്ടി കയറി, ജാക്കണ്ണ വന്ന് വണ്ടി കയറി. ഷിൻജാൻ നീ എന്തുവാണ് കാണിക്കുന്നത്? വണ്ടി വഴിയിലേക്ക് എടുക്ക്. ഞാൻ എടുക്കാം അണ്ണ എന്താ ഇവിടെ കണ്ട് കാണിക്കുന്നത്? അണ്ണ ഇവിടെ തോന്നുന്നു വെള്ളപ്പൊക്കം പോലെ ആവുന്നത് മഴ പെയ്യുമ്പോൾ. അതങ്ങനെ ഷിൻജാൻ, നീ പതുക്കെ ഓടിക്കുന്ന എൻ്റെ പുതിയ വണ്ടിയെ കൊണ്ടുപോയി നശിപ്പിക്കരുത്. ഇല്ല അണ്ണ, ഞാൻ പതുക്കെ ഓടിച്ചു. അണ്ണൻ്റെ സ്ഥിരം ഡ്രസ്സ് ഇത് തന്നെയാണ്. ഇത് പോയിക്കേ, ഇത് ഏത് ഗെയിമിലെടുത്താലും ഇത് തന്നെയാണ് ഡ്രസ്സ്. അതും തന്നെ അങ്ങനെ. എടാ വഴി നോക്കി പോകണില്ലെങ്കിൽ ചിലപ്പോൾ വഴി എടുക്കും. ആ വില്ലേജിൽ കൂടെ കയറി എങ്ങനെ പോണേ? വഴി നോക്കണില്ലെങ്കിൽ വഴി ഉണ്ടെന്ന് തെറ്റിക്കരുത്. അതിനെന്നോട് അല്ല, അതൊക്കെ പോട്ട്. നീ എപ്പോഴേ ഡ്രൈവിംഗ് പഠിച്ചത്? അതൊക്കെ പഠിച്ചു. ശരിക്കും നീ പഠിച്ചോ? എടാ നീ എന്നെ പറ്റിക്കുകയാണോ? അറിയാൻ വേണ്ടി ചോദിക്കുക. നീ ലൈസൻസ് ഇല്ലേ? എനിക്ക് ലൈസൻസ് ഉണ്ടാ? ഞാൻ എന്നെ പറ്റിച്ച ലൈസൻസ് അല്ലല്ല, ലൈസൻസ് ഉണ്ട്. ഉണ്ടാ? പിന്നെ കുഴപ്പമില്ല. എൻ്റെ വണ്ടി എങ്ങനെ ഉണ്ടാ? അടി പൊളിയല്ലേ അണ്ണ? പൊളി അടിയല്ലേ അണ്ണ എൻ്റെ വണ്ടി? പുതിയ സ്റ്റൈലെന്നാ? അടിപ്പൊളിക്ക് പൊളിയാക്കി. എങ്ങനെയുണ്ട്? കൊള്ളാം. നീ റോട്ടി നോക്കി ഓടിക്കും വഴി. അയ്യോ, നീ ഒരാൾ ഇടിച്ചിട്ട് പോലീസ് പോരുവാടാ മണ്ട. അന്നെ ചീക്കോട് ആക്കി വെച്ചാട്ടെ. നീ എന്തൊട്ട് പരിപാടി കാണിച്ചേ? നീ വണ്ടി നിറങ്ങ്. എൻ്റെ ആ ചീക്കോട് ആക്കി വെച്ചു. ഞാനാ 2 ചീക്കോ. അയ്യോ എടാ വേഗം ആക്കി വെച്ച, ഇല്ലെങ്കിൽ ഇപ്പം ലൈഫ് കുറയും. ആക്കി വെച്ചാണ്. ഒരു ചീക്കോട് ആക്ടിവേറ്റ് ആയി. 2 ചിക്കോ ആക്ടിവേറ്റ് ചെയ്തണ്ണ. എന്നാ നീ കേറ് വണ്ടിയിൽ. അണ്ണ അവിടെ എന്റെ പൊന്നണ്ണ ഇങ്ങോട്ട് വാ. പോലീസിനെ ഇപ്പൊ പോയി ഇടിക്കണ്ട. ഞാൻ കൊല്ലാം. എന്നാ വേഗം ഇടിച്ചിട്ട് വാ. അണ്ണ വേറെ സമയം കളയാതെ. നിങ്ങൾ രണ്ടും കൂടെ നിന്ന് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ചത്തല്ലോ. നീ അണ്ണ വന്ന് വണ്ടി കയറി. അയാള് ചത്തു. ശരിയാടാ ഷിൻജാനെ. അണ്ണ എൻ്റെ ഇടയ്ക്ക് എന്ത് പരിപാടി കാണിക്കാൻ പോകുന്നത്? ഒന്നുമില്ല ഷിൻജാനെ, ഒന്നുമില്ല. ഓക്കെ, നീ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളെയല്ലേ ഷിൻജാനെ? അതെ കുറേ നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഈ സിറ്റിയൊക്കെ? അടിപൊളിയല്ലേ? അടിപൊളി. ഓക്കെ, വേഗം പോവാം. പറത്തി വിടടാ ഷിൻജാനെ. പക്ഷെ നോക്കി ഓടിക്കണം. പോയി എവിടെയും പോയി ഇടിക്കരുത്. നാട്ടിൽ നീ ആരെയോ പോയി കൊന്നു. അതാ പോലീസ് ഒന്ന്. പക്ഷെ ചീക്കോട് ആക്ടിവേറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അന്നെന്താ എൻ്റെ ഇടയ്ക്ക് ആളെ പോയി ഇടിക്കാൻ പോയത്? അത് രസമല്ലേ? എനിക്ക് ഫൈറ്റ് ചെയ്ത് ഇഷ്ടമാണ്. ഫൈറ്റ് അന്നെ ഇപ്പം മോഷ്ടിക്കുന്നല്ലോ ഉണ്ടാ? എവിടെ മോഷ്ടിക്കാൻ? ഞാൻ അത്ര മോഷണമൊന്നുമില്ല. മോഷണമില്ലെന്നോ? എന്തോന്നും അറിയാം. അണ്ണൻ്റെ ഫോർച്യൂണർ അടിപൊളി. ഇതിൻ്റെ ഡ്രൈവിങ് കൊള്ളാലോടാ. അടിപൊളി ഡ്രൈവിങ്. ഇത് ഗ്യാരേജിൽ കൊണ്ട് കയറ്റിക്കോ. ഓക്കെ, നമ്മൾ വീട്ടിലിട്ട്. ഇതാണ് എൻ്റെ പട്ടി റോക്കി കുട്ടൻ. ഇതാണ് എൻ്റെ പട്ടി. ഓക്കെ, പിന്നെ നിനക്ക് ഇവനെ ഓർമ്മയില്ലേ? കുറേ നാളായിട്ട് വരാത്തുണ്ട്. ഇറങ്ങണ്ണ. ഓക്കെ, നീ അണ്ണ ഇത് എങ്ങോട്ട് പോകുന്ന? ഞാൻ അപ്പുറത്ത് കൂടെ വന്നതാ. നീ റോക്കിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കും. ഹായ് റോക്കി കുട്ടാ. ആടോ ഷിൻജാനെ. ഷിൻജാനെ നീ വന്നാ? ഞാൻ വന്നു. എത്ര നാളായിടാ കണ്ടിട്ട് നിന്നെയൊക്കെ. അതെ ഇങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ ജീവിതം.
അടിപൊളിയുടെ ഷിൻചാനെ അടിപൊളി. ഞാനൊരു പോട്ടെ, നീ പൊയ്ക്കോടാ ഷിൻചാനെ. ഓക്കെ ഗായ്സ്, നമുക്ക് അകത്തോട്ട് പോകാം. അന്നാ വേഗം വാ. ഞാൻ വരുന്നു, നീ കിടന്ന് ബഹം വയ്ക്കാതെ. അന്നാ വന്ന് പൂളിൽ വന്ന് വീരെഴുത്. അന്നാ ശശി അണ്ണ എവിടെ പോയി? ശശി അണ്ണ റൂമിനകത്തില്ലേ? എന്നാൽ പിന്നെ മോളിൽ പോയി നോക്കടാ. മോളിൽ പോയി നോക്കാം. മോളാണ് ശശി അണ്ണ, ഐ എം ബാക്ക്. ഷിൻചാനെ നീ എത്തിയാ? അടിപൊളിയുടെ ഷിൻചാനെ. ഞങ്ങൾ ഉണ്ട് ഇതിൻ്റെ ജീവിതം. കൊല്ലം ഇതൊക്കെ അടിപൊളി. ഞാൻ കുറച്ച് നാൾ ഇവിടെ നിൽക്കുകയാണ്. പോവാ ഷിൻചാനെ. ഇപ്പോൾ എടാ ഷിൻചാനെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്താലോ? പിന്നെന്താ ചേക്കണ്ട, നമുക്ക് ഈ വീഡിയോ വെച്ച് എന്ത് ചെയ്യാം. അപ്പോൾ കാഴ്ചത്തിലുള്ള ഈ വീഡിയോ. അപ്പം ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ ടോട്ടോയുടെ. അപ്പം ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ്, ഗുഡ് ബൈ.